നമസ്കാരം. സംസ്ഥാനത്തെ പുതിയ അധ്യയന വർഷം മുതൽ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ വീതം പ്രവൃത്തി സമയം കൂടും. രാവിലെയും വൈകിട്ടുമായി 15 മിനിറ്റ് വീതമാണ് സമയം വർദ്ധിപ്പിക്കുക. ഇതോടെ പുതിയ പ്രവർത്തന സമയം രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാകും. ഇതോടൊപ്പം തന്നെ തുടർച്ചയായി 6 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം 7 ശനിയാഴ്ചകളിൽ കൂടി ക്ലാസുകൾ ഉണ്ടാകും. ഇതോടെ ആകെ 205 പ്രവൃത്തി ദിവസങ്ങളാകും ഉണ്ടാവുക. UP ക്ലാസുകളിൽ തുടർച്ചയായി 6 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം 2 ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി 200 പ്രവൃത്തി ദിനമാക്കുകയും ചെയ്തു. LP ക്ലാസുകളിൽ പൊതു അവധികളും ശനിയാഴ്ചകളും ഒഴികെയുള്ള 198 പ്രവൃത്തി ദിനങ്ങളാണ് ഉള്ളത്. വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് LP ക്ലാസുകളിൽ പ്രതിവർഷം 800 മണിക്കൂർ ക്ലാസ് ആണ് നിർദ്ദേശിക്കുന്നത്. അതിന് ഈ പ്രവൃത്തി ദിനങ്ങൾ മതിയാകും. ഹൈസ്കൂളുകളിൽ 1200 മണിക്കൂർ പഠന സമയം നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിലാണ് 7 അധിക പ്രവൃത്തി ദിവസങ്ങൾക്കൊപ്പം ദിവസവും അരമണിക്കൂർ കൂട്ടുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിദ്യാഭ്യാസ ഗുണനിലവാര വർധന മേൽനോട്ട സമിതിയുടെ യോഗത്തിലാണ് ഈ തീരുമാനം. സ്കൂളുകളിൽ അക്കാഡമിക് കലണ്ടർ പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച സമിതി ഒരു ക്ലാസുകളിലും ശനിയാഴ്ചകളിൽ ക്ലാസ് വേണ്ടെന്നും നിർദ്ദേശിച്ചിരുന്നു. ഹൈസ്കൂളുകളിൽ മാത്രം ദിവസവും 1 മണിക്കൂർ വീതം പ്രവൃത്തി സമയം കൂട്ടാനുമാണ് നിർദ്ദേശിച്ചിരുന്നത്. അതേസമയം ഹൈസ്കൂളുകളിൽ പ്രവൃത്തി സമയം കൂട്ടുന്നത് ഹൈസ്കൂളുകളും UP സ്കൂളുകളും ഒരുമിച്ചുള്ള ഇടങ്ങളിൽ സ്കൂൾ വാഹനങ്ങൾ ക്രമീകരിക്കുന്നതിൽ ഉൾപ്പെടെ പ്രായോഗിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും അധ്യാപകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ നിലവിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9 മുതൽ വൈകിട്ട് 4:45 വരെയാണ് ക്ലാസ് നടക്കുന്നത്. ഇതോടെ ആവശ്യമുള്ള പഠന സമയം ലഭിക്കുന്നുമുണ്ട്. അതേസമയം തിങ്കളാഴ്ച തന്നെ സ്കൂൾ തുറക്കുമെന്നാണ് മന്ത്രി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുന്നത് മാറ്റിവെക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് മാറ്റേണ്ടതില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നും നാളെയുമുള്ള കാലാവസ്ഥാ പ്രവചനം വിലയിരുത്തി ഗുരുതര സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് പരിഗണിക്കൂ എന്നാണ് മന്ത്രി അറിയിച്ചത്.